ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ ക്രിസ്തുവേശുവിന്റെ നാമത്തിന് ഇന്ന് രാത്രിയിൽ മഹത്വവും സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച പിതാവായ ദൈവത്തിന് സ്തോത്രം. തൻ്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ട് യേശുക്രിസ്തുവിന്റെ നാളിനായി നമ്മെ സൂക്ഷിക്കുന്ന ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു. തൻ്റെ ചോരയാൽ നമ്മുടെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ, നമ്മെ വിശുദ്ധീകരിച്ച പുണ്യാഹ രക്തത്തിനായിട്ട് സ്തോത്രം. ആ പുണ്യാഹ രക്തം നമുക്ക് വേണ്ടി ചിന്തിയ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കും. ഒരു നാൾ കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. നാം ഒരുമിച്ച് തിരുവെഴുത്തുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്നു. നാം ഇന്നലെ വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുവരെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇല്ല എങ്കിൽ നമുക്ക് 14 ഉണ്ടോ ചോദ്യങ്ങൾ? ഇല്ല എങ്കിൽ 14 15 വാക്യങ്ങൾ നമുക്ക് ഇന്ന് ധ്യാനിക്കുവാനായിട്ട് വായിക്കാം. 14 and 15. Blessed are they that do his commandments, that they may have right to the tree of life, and may enter in through the gates into the city. For without are dogs and sorcerers and whoremongers and murderers and idolaters, and whosoever loveth and maketh a lie. Thank you, Alisandi. സ്തോത്രം. നാം ഇവിടെ ഇംഗ്ലീഷിൽ ബ്ലെസ്ഡ് അഥവാ മലയാളത്തിൽ ഭാഗ്യവാന്മാർ എന്ന പദത്തോടുകൂടെയാണ് ഇത് കാണുന്നത്. ട്രാൻസ്ലേഷനിൽ മുമ്പോട്ടും പുറകോട്ടും വാക്കുകൾ വരാറുണ്ടല്ലോ. ഇവിടെ ഭാഗ്യവാന്മാരെ കുറിച്ച് നാം കാണുന്നു. സ്തോത്രം. ആരാണ് ഭാഗ്യവാന്മാർ? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഭാഗ്യവാന്മാർ തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ. So blessed are those who wash their robes. സ്തോത്രം. ആരാണ് ഭാഗ്യവാന്മാർ? അവരുടെ ലക്ഷ്യം, അവരുടെ മാർഗവും, ഒരു ലക്ഷ്യവും ഒരു മാർഗവും വെച്ച് ഇവിടെ ഭാഗ്യവാന്മാരെ കണ്ടെത്തുകയാണ്. With the purpose and the road to that purpose. Otherwise, here the Holy Spirit, Christ himself, is guiding us to find who are blessed. Here blessedness is based upon two things of a person. One with his goal, and second with his
road to that goal. Here the goal is to enter into the city and to have part in the tree of life, to have the right to the tree of life, and to enter into the holy city of New Jerusalem. These are the purposes for which Christ says people with these purposes are blessed. And to achieve this purpose, this goal, they do something. They do wash their robes. That is the action. ഒരു വ്യക്തിയെ രണ്ട് പ്രധാന കാര്യങ്ങളിലൂടെ ഭാഗ്യവാൻ എന്ന് നിർണയിക്കുകയാണ് ഇവിടെ. ഒന്ന്, ആ വ്യക്തിയുടെ ലക്ഷ്യം. രണ്ട്, ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം. ഈ വാക്യങ്ങളിൽ പ്രത്യേകിച്ച് നാം ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ ഭാഗ്യവാനായ വ്യക്തിയുടെ രണ്ട് ലക്ഷ്യങ്ങളും അതിനുവേണ്ടി ഭാഗ്യവാൻ ചെയ്യുന്ന ഒരു കർമ്മവും ഒരു ക്രിയയും നാം കാണുന്നു. ലക്ഷ്യം ജീവന്റെ വൃക്ഷത്തിൽ പങ്കുള്ളവരാവുക. രണ്ട്, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കുക. അതിനെന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്? അവർ തങ്ങളുടെ വസ്ത്രം അലക്കുന്നു. സ്തോത്രം. ടു പർപ്പസസ്. നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുള്ളതുപോലെ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് an aimless pilgrimage or an aimless picnic. ലക്ഷ്യരഹിതമായ യാത്രയല്ല ക്രിസ്തീയ ജീവിതം. വളരെ വ്യക്തതയാർന്ന ലക്ഷ്യബോധം ക്രിസ്തീയ ജീവിതത്തിനുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് പദങ്ങൾ നമ്മൾ അപഗ്രഥിച്ചിരുന്നു: ഡെസ്റ്റിനേഷൻ ആൻഡ് ഗോൾ. ഓർമ്മ കാണുമല്ലോ. Couple of days back we had discussed about these two words. One is destination and the other one is goal. Even if the destination can be heaven, the goal is far beyond that. Christ himself. Otherwise, where Christ is, with Christ, നാം എത്തിച്ചേരേണ്ട ഒരു ലാക്കും ആ ലാക്കിലെത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ബിരുദം, അതേപ്പറ്റി നമ്മൾ ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ആവർത്തിച്ച് ചിന്തിച്ചത്. നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം എന്ന് പറയുന്നത് ക്രിസ്തു വസിക്കുന്ന ഇടം എന്നുള്ളതാണ്. അതിനെ പൊതുവെ മതത്തിന്റെ ഭാഷയിൽ സ്വർഗമെന്ന് വിളിക്കുന്നു. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുക. എല്ലാ മതങ്ങളിലും സ്വർഗം എന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. There is a concept in every religion that we should reach heaven. So in religious language, the destination may be heaven. മതത്തിന്റെ ഭാഷയിൽ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം സ്വർഗം എന്ന് വേണമെങ്കിൽ വിവക്ഷിക്കാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മുടെ ഗോൾ അതല്ല. അവർ പ്രൈസ്, നമ്മുടെ വിരുദ് അതല്ല.
സ്തോത്രം. നമ്മുടെ വിരുദ ക്രിസ്തു തന്നെയാണ്. Christ himself is our prize, our final goal. സ്തോത്രം. Final goal. Just as we travel, our destination may be a railway station, but that is not our goal. We reach the station, again moving forward to the very right platform. Moreover, we board the train, yet the destination we have reached, but the goal is the very seat reserved for us. നാം ഇപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നു. നമുക്ക് പോകേണ്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ പോരല്ലോ, കൃത്യമായ പ്ലാറ്റ്ഫോമിൽ എത്തണം, കൃത്യമായ വണ്ടിയിൽ കയറണം. എന്നാലും പോരാ, നമ്മുടെ റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റിലെത്തണം, ബർത്തിലെത്തണം. അപ്പോൾ ഡെസ്റ്റിനേഷനും ഗോളും, നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലവും നമുക്ക് പ്രാപിക്കേണ്ട ബിരുദം തമ്മിൽ വ്യത്യാസമുള്ളതായിട്ടാണ് നാം കണ്ടത്. അതിൽ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണ് അവിടെ എത്തിയാൽ നമുക്ക് ലഭിക്കേണ്ട, പ്രാപിക്കേണ്ട ബിരുദം. അപ്പോൾ നമുക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഈ വാക്യത്തിന്റെ വെളിപ്പാട് 22:14 അടിസ്ഥാനപ്പെടുത്തി അത് ജീവവൃക്ഷത്തിൽ പങ്കുള്ളവരായി തീരുക, പുതിയ യെരുശലേമിൽ പ്രവേശിക്കുക. അവിടെ പ്രവേശിച്ചാൽ നമുക്കറിയാം, അവിടുത്തെ മുഖ്യ ആകർഷണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. സ്തോത്രം. അപ്പോൾ ഇവിടെ ജീവന്റെ വൃക്ഷത്തിൽ പങ്കുള്ളവരാവുക എന്നത് കൊണ്ട് വെറുതെ കുറച്ച് പഴം പറിച്ച് തിന്നാൻ ലക്ഷ്യമിടുക എന്ന അർത്ഥമല്ല കേട്ടോ. അങ്ങനെ ആരും ധരിക്കരുത്. പുതിയ യെരുശലേമിന്റെ ആ ശോഭനമായ നിലയിലേക്ക് എത്തിച്ചേരുക എന്നതും ഇവിടുത്തെ ലക്ഷ്യമല്ല. പകരം ആ നഗരത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ആ നഗരത്തിന്റെ ഏറ്റവും കാതലായ ദൈവത്തിന്റെ സിംഹാസനത്തിനും കുഞ്ഞാടിന്റെ സിംഹാസനത്തിനും അരികിൽ, അഥവാ ക്രിസ്തുവിനോടൊത്തായിരിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ കാര്യം. സ്തോത്രം. ആ ലക്ഷ്യത്തോടെ വേണം നാം ജീവിക്കുക. With that definite purpose, we have to move in our lives. Every decision we make, every choice we choose, every hatred we hate, everything should help us to reach this goal. നാം വെറുക്കുന്ന സകല വെറുപ്പും, നാം തീരുമാനിക്കുന്ന സകല തീരുമാനങ്ങളും, നമ്മുടെ സകല തെരഞ്ഞെടുപ്പുകളും എല്ലാം നമ്മെ എന്തിന് സഹായിക്കണം? ഈ ആത്യന്തിക ലക്ഷ്യം കൈവരിക്കുന്നതിന്. സ്തോത്രം. ആ ലക്ഷ്യം ഈ വാക്യത്തിൽ പറയുന്നതനുസരിച്ച് ജീവന്റെ വൃക്ഷത്തിൽ പങ്കുള്ളവരും പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ പ്രവേശനം ലഭിക്കുന്നവരും ആവുക. എന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ കണ്ടു. പുതിയ യെരുശലേമിൽ നമ്മൾ പ്രവേശിച്ചാൽ, സ്തോത്രം,
അവിടെ മറ്റൊന്നും നമ്മുടെ ദൃഷ്ടിയിൽ പതിയില്ല. ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ പതിയുന്നത് അവിടെയുള്ള ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം ആണ്. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി നാം ജീവിക്കുക. പക്ഷെ ആ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഇവിടെ ഊന്നിപ്പറയുന്ന കാര്യം എന്താണ്? വസ്ത്രം അലക്കുക. ഇവിടെ വസ്ത്രം അലക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. Purify themselves from the sinful ways. Cleansing one's private and public life from all sort of filthiness. സ്തോത്രം. From all sort of filthiness. എല്ലാവിധമായ അശുദ്ധികളിൽ നിന്നും തങ്ങളുടെ ജീവിതത്തെ കഴുകുക, ശുദ്ധീകരിക്കുക എന്നതാണ്. Otherwise, personal and individual holiness, വ്യക്തിപരമായ വിശുദ്ധി. സ്തോത്രം. അതാണ് ഇവിടുത്തെ പ്രസക്തമായ വിഷയം, വ്യക്തിപരമായ വിശുദ്ധി. സ്തോത്രം. പ്രൈസ് ഗാഡ്. നാം ഇവിടെ കാണുന്നു. അപ്പോ blessed are those who do his commandments. സ്തോത്രം. ചില വേർഷൻസിൽ നാം അങ്ങനെയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന നിലയിൽ ചില വേർഷൻസിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ആംപ്ലിഫൈഡ് വേർഷനിൽ നമ്മൾ കാണുന്നത് ബ്ലെസ്ഡ് ആർ ദോസ് ഡൂയിങ് ഹിസ് കമാൻഡ്മെന്റ്സ് സോ ദാറ്റ് ദെയർ റൈറ്റ് വിൽ ബി ടു ദ ട്രീ ഓഫ് ലൈഫ് ആൻഡ് ദേ മേ എൻറ്റർ ഇൻ ദ ഗേറ്റ്സ് ഇൻ ടു ദ സിറ്റി. വസ്ത്രം അലക്കുക എന്നതിന് പകരം ചില ട്രാൻസ്ലേഷനുകളിൽ, വിവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന. സ്തോത്രം. ഇന്ന് നമ്മുടെ ഇടയിൽ പലരും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതുപോലെ പല എക്സ്ട്രീംസുകളിലേക്ക് പോകാറുണ്ട്. ചിലർ പറയുന്നത് അതിനവര് കാൽവിനിസവും അർമേനിയനിസവും എന്നൊക്കെ പറഞ്ഞ് ഇസങ്ങൾ കൊണ്ടുവരും. നമുക്ക് തൽക്കാലം ഇസങ്ങളിലേക്ക് പോകണ്ട. അത് വെച്ച് സംവദിക്കുന്നവർ സംവദിച്ചോട്ടെ. തൽക്കാലം നമുക്ക് അതെല്ലാം മറക്കാം. നമുക്ക് ഈ തിരുവെഴുത്തിന്റെ ഭാഗങ്ങളിലേക്ക് മാത്രം വരാം. ചിലർ ഇത് വെച്ച് പറയാറുണ്ട്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, നമ്മുടെ പാപങ്ങളെല്ലാം തൻ്റെ മേലേറ്റു, പാപത്തിന്റെ ശിക്ഷയും യേശു വഹിച്ചു, എന്നിട്ട് നമ്മുടെ പാപം താൻ ഏറ്റതിന് പകരം തൻ്റെ നീതി നമുക്ക് വേണ്ടി തന്നു. യേശുക്രിസ്തുവിൽ നാം നീതീകരിക്കപ്പെടുന്നു. തീർച്ചയായും ശരിയാണ്. നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന നീതി നമ്മൾ നേടിയ നീതി അല്ല, നമുക്ക് നൽകപ്പെട്ട നീതിയാണ്. The righteousness we have is not something we earned by obeying God's commandments, but instead the righteousness we have is imputed righteousness, the very righteousness of Christ imputed upon us. നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന നീതി നമ്മൾ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ
നേടിയ നീതിയല്ല, നേടിയ നീതിയല്ല. പകരം കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി നമ്മുടെ പേരിൽ കണക്കിട്ട നീതിയാണ്. സ്തോത്രം. കണക്കിട്ട നീതി. It is imputed righteousness. God imputed that. സ്തോത്രം. അതാണ് നമ്മൾ റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിൽ നേരത്തെ കണ്ടത്. 11 പ്രാവശ്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കണക്കിട്ടു, കണക്കിട്ടു, അല്ലെങ്കിൽ കണക്കിടുന്നു എന്ന്. സ്തോത്രം. We have already seen from Romans chapter 4, Paul 11 times repeatedly saying God imputed or God reckoned. സ്തോത്രം. സ്തോത്രം. അപ്പം അതിന്റെ അർത്ഥം നമ്മൾ കാണുകയുണ്ടായി. അതിന് പൗലോസിന്റെ കാലത്ത് ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിന് റോമർ 4-ാം അധ്യായത്തിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. പോൾ സെയ്സ് അവിടെ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. The word counted is derived from the verb logizomai, 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 Logizomai. അതിന്റെ അർത്ഥം there was an accounting or bookkeeping term. This was an accounting term or a bookkeeping term. It meant to enter into a ledger as in crediting to one's bank account. ഇതൊരു ബാങ്കിങ് ടേമാ. കണക്കിടുക. അതായത് ഒരാളിന്റെ പേരിൽ ഒരു ലെഡ്ജറിൽ, ഒരു കണക്ക് ബുക്കിൽ, ഒരു അക്കൗണ്ട് ബുക്കിൽ ഒരാളിന്റെ പേരിൽ ഒരു എമൗണ്ട് തന്നതായിട്ട് എഴുതി വയ്ക്കുന്ന ഒരു രീതി. സ്തോത്രം. കണക്കിടുന്നു. അങ്ങനെ ഉണ്ടായിട്ടല്ല, പക്ഷെ അങ്ങനെ ചെയ്തു എന്ന് കണക്കാക്കുകയാണ്. ആ അർത്ഥത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അബ്രഹാം വിശ്വസിച്ചു, പക്ഷേ അത് ദൈവം അബ്രഹാമിന്റെ ബുക്കിൽ എന്ത് ചെയ്തു? നീതിയായി കണക്കിട്ടു. യെസ്, ക്രെഡിറ്റഡ്. ഇറ്റ്സ് അബൌട്ട് ക്രെഡിറ്റിംഗ്. അതാണ് നാം അവിടെ കണ്ടത്. ക്രെഡിറ്റിംഗ് ടു വൺസ് ബാങ്ക് അക്കൗണ്ട്. സ്തോത്രം. reckoning, crediting, counting, imputing, all these words are there. സ്തോത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചിലർ നമ്മുടെ ഇടയിൽ പറയുന്നത് യേശുക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, അതുകൊണ്ട് ദൈവം സൗജന്യമായി നമ്മെ ക്രിസ്തുവിന്റെ നീതി നമ്മുടെ പേരിൽ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട്, കണക്കിട്ടുകൊണ്ട് നമ്മെ നീതീകരിച്ചു. അങ്ങനെ നാം ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല, യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ അത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്.
100% ശരി. വേദപുസ്തകം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. അവർ പറയുന്നു, അതുകൊണ്ട് നമ്മൾ വിശുദ്ധരാകണം എന്ന ഉപദേശത്തിന് ഇവിടെ പ്രസക്തിയില്ലത്രേ. അവിടെയാണ് പ്രശ്നം. ആദ്യത്തെ ഭാഗം വ്യക്തമാണ്, ഒരു കുഴപ്പവും ഇല്ല, 100% വചനപ്രകാരം തന്നെ. എന്നാൽ രണ്ടാം ഭാഗം ഇങ്ങനെയുള്ളവർ പറയുന്നു, ഓൺലി ഗ്രേസ് ആൻഡ് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്. Only grace and imputed righteousness. കൃപ മാത്രം, കൃപയാൽ മാത്രം നമ്മുടെ പേരിൽ കണക്കിടുന്ന സൗജന്യ നീതി ഓർ സൗജന്യ നീതീകരണം 100% തെറ്റില്ല. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധി വേണ്ട, അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ടൊക്കത്തില്ല എന്ന തരത്തിൽ ഇവർ പഠിപ്പിക്കുന്ന പഠിപ്പീരിലാണ് പെശക്. അത് പലരെയും ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുന്നുണ്ട്. വ്യക്തിപരമായ വിശുദ്ധ ജീവിതം വേണമെന്ന് ഉപദേശിക്കുന്ന ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള നീതിയുടെ ആൾക്കാർ നമ്മുടെ ഇടയിലെ ചില പ്രസംഗകരൊക്കെ തന്നെയാണ്. നീതിയുടെ ആൾക്കാർ കേൾവിക്കാരെ ആശയക്കുഴപ്പത്തിലെത്തിക്കുന്നു. വ്യക്തിപരമായ വിശുദ്ധ ജീവിതത്തിന് ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുടെ സന്ദേശം കേൾക്കുകയും അതിനുശേഷം ഇല്ല, വിശ്വാസത്താൽ, പൂർണ്ണമായും വിശ്വാസത്താൽ നമ്മൾ ജസ്റ്റ് യേശുവിലേക്ക് അങ്ങ് ഇറങ്ങി നിൽക്കുന്നു, പിന്നെല്ലാം യേശുവാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മളല്ല എന്ന് പഠിപ്പിക്കുന്ന അടുത്തയാളിന്റെ പ്രസംഗം കേൾക്കുകയും ചെയ്യുമ്പോൾ ഇത് തിരിച്ചറിയാത്ത സാധാരണക്കാരായ ജനം ആശയക്കുഴപ്പത്തിലാകും. അത് നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഒരു എക്സ്ട്രീം പിടിച്ചു പോകരുതെന്ന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കേട്ട് അതിന് മാത്രം ഊന്നൽ കൊടുത്ത് ആരും പോകരുത്. ഒന്നാം ഭാഗം ആ പ്രിയപ്പെട്ടവർ പറഞ്ഞത് 100% ശരിയാണ്. റോമാലേഖനവും ഗലാത്യലേഖനവും വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. അനുസരിപ്പാൻ കഴിയുന്ന ഒരു പ്രമാണമല്ല ദൈവം മനുഷ്യന് നിവർത്തിക്കുവാനായിട്ട് നൽകിയത്. അതായത് ന്യായപ്രമാണം നിവർത്തിക്കുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് ബൈബിള് തന്നെ വ്യക്തമാക്കുന്നു, മനുഷ്യനെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രമാണമാണോ ന്യായപ്രമാണം? അല്ല. അപ്പൊ പിന്നെ എന്തിനാ ദൈവം അങ്ങനെ തന്നത്? അപ്പൊ ദൈവം നമ്മളെ ചതിക്കുമല്ലായിരുന്നോ എന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അരുതേ. കർത്താവ് നമ്മളെ ചതിക്കുകയല്ലായിരുന്നു, പറ്റിക്കുകയല്ലായിരുന്നു. പകരം ഈ ന്യായപ്രമാണം അനുസരിപ്പാൻ കഴിയാത്ത ഒരു പ്രമാണം മനുഷ്യന് നൽകിക്കൊണ്ട് രക്ഷ നേടുവാൻ സ്വയം മനുഷ്യന് കഴിയില്ല എന്ന മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെ ദൈവം നമുക്ക് തെളിവാക്കി തരിക മാത്രമാണ് ചെയ്തത്. അതിനാൽ സകല മനുഷ്യരെയും ദൈവം പാപത്തിന്റെ കീഴെ അടച്ചു കളഞ്ഞു. സ്തോത്രം. യെസ്, ഗലാത്യലേഖനത്തിൽ പറയുന്നു, ഈ ന്യായപ്രമാണം എന്തുമാത്രമായിരുന്നു? നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു
നഴ്സറി ടീച്ചർ, അംഗൻവാടി ടീച്ചർ മാത്രമായിരുന്നു. ദിന സിസ്റ്റർ വായിക്കുന്നെങ്കിൽ വായിച്ചാട്ടെ. You can read that verse from Galatians chapter 3. Yeah. Chapter 3, verse 24. So the law was our guardian until Christ came, that we might be justified by faith. Now that this faith has come, we are no longer under a guardian. Stotram. So altogether, the law was leading us to Christ. How? Because of our helplessness in fulfilling the righteous demands of God in the law, and because of the helplessness of the law to justify us. മനസ്സിലായോ? എങ്ങനെയാണ് ന്യായപ്രമാണം നമ്മെ ക്രിസ്തുവിലേക്ക് നയിച്ചത്? ന്യായപ്രമാണത്തിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെട്ട നീതിയെ നിവർത്തിപ്പാൻ നമുക്ക് കഴിയാത്ത നമ്മുടെ നിസ്സഹായത നിമിത്തവും പാപികളായ നമ്മെ നീതീകരിക്കുവാൻ ന്യായപ്രമാണത്തിനുള്ള നിസ്സഹായത നിമിത്തവും. ഈ രണ്ട് നിസ്സഹായതകൾ, two helplessness, our helplessness in fulfilling the law and being justified because of obedience to the law. And second, the helplessness of the law to justify as the sinners by its righteous demands. സ്തോത്രം. അതാണ് നാം 3-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ 21ഉം 22ഉം കൂടെ വായിച്ചോളൂ. 3:21 and 22 also. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. സ്തോത്രം. അടുത്ത വാക്യവും കൂടെ, 23ഉം കൂടെ. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴ് അടച്ച് സൂക്ഷിച്ചിരുന്നു. സ്തോത്രം. കണ്ടോ, നമുക്ക് അനുസരിപ്പാൻ കഴിയുന്ന ഒരു പ്രമാണമല്ല ദൈവം തന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നീതിയുള്ള വിധികളെ നിവർത്തിപ്പാൻ മനുഷ്യൻ അപ്രാപ്തനാണെന്ന് ഈ ന്യായപ്രമാണത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി. നമുക്കതനുസരിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് ന്യായപ്രമാണത്തിനും നമ്മെ നീതീകരിപ്പാൻ കഴിഞ്ഞില്ല എന്ന് സാരം. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ആരിലേക്ക് നോക്കുകയാ? യേശുക്രിസ്തുവിലേക്ക്. സ്തോത്രം. യേശുക്രിസ്തുവിലേക്ക് നമ്മെല്ലാവരും കൂടെ ക്രിസ്തുവിലേക്ക് നോക്കിയ സൗജന്യമായിട്ടൊന്ന് നീതീകരിക്കപ്പെടാൻ. സൗജന്യമെന്ന് പറയുമ്പോൾ അത് വെറും സൗജന്യമല്ല, ക്രിസ്തു അതിന് വില കൊടുത്തു എന്നും കൂടെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വിശ്വാസത്താൽ എന്ന് പറയുന്നത്. സ്തോത്രം. ആ ഭാഗം അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ, സ്തോത്രം, നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ് വ്യക്തിപരമായ വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യകതയും. വ്യക്തിപരമായ വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യകതയും അതാണ് നാം ഈ ഭാഗത്ത് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്.
ഇത്രയും വ്യക്തമാണല്ലോ. ഈ കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും അധികപ്പറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് സാധാരണ നമ്മൾ പ്രസംഗങ്ങളിൽ കേൾക്കാത്ത കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോഴേ അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കൂ എന്നതുകൊണ്ടും കൂടെയാണ് ഇത് പറഞ്ഞതാണെന്ന് ഓർമ്മയുണ്ടെങ്കിലും ആവർത്തിച്ച് പറയുന്നത്. Thank you, Pastor. സമയം കളയാൻ വേണ്ടിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പണ്ട് പറഞ്ഞാണല്ലോ, പിന്നെ എന്തിനായി പുള്ളി ഇത് പറയുന്നെന്നാരും തെറ്റിദ്ധരിക്കരുത്. അതിനുവേണ്ടി ഞാൻ ഈ കാര്യം ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഓർമ്മപ്പശകിൽ പറ്റുന്ന ആവർത്തനങ്ങളല്ല. സ്തോത്രം. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വെളിപ്പാട് 22:14 വരാം. സ്തോത്രം. 14 വാക്യം മാത്രം ഒന്നും കൂടെ വായിച്ചാട്ടെ. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇംഗ്ലീഷും കൂടെ ഒന്ന് വായിക്കാമോ? Blessed are those who wash their robes, that they may have the right to the tree of life and may go through the gates into the city. സ്തോത്രം. ഈ രണ്ട് വേർഷൻസും ഒന്ന് തന്നെയാണ്. വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിന് പകരമായ ഒരു വിവർത്തനമാണ് മുമ്പേ ഞാൻ പറഞ്ഞത്. Blessed are those who do the commandments or do his commandments. വസ്ത്രം അലക്കുക എന്നതിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നു കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. രണ്ടും ഒരേ അർത്ഥത്തിലാണ് പറയുന്നത്. അവിടെ പറയുന്നത് those who do, whether it is washing or doing his commandments. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതോ വസ്ത്രം അലക്കുന്നതോ ആയിക്കൊള്ളട്ടെ. ഇവിടെ പറയുന്നത് blessed those who do is poiontes. ഇവിടെ ഹോയ് പോയിന്റീസ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് പാർട്ടിസിപ്പിൾ ആണ്. പ്രസന്റ് ടെൻസ് പാർട്ടിസിപ്പിൾ എന്ന് വെച്ചാൽ the one who continually doing this. This is not a one-time action, but it is a continual process of washing their robes or doing his commandments. ഇവിടുത്തെ മൂലപദത്തിന്റെ അർത്ഥം, വ്യാകരണത്തിന്റെ അർത്ഥം എടുക്കുകയാണെങ്കിൽ ഈ വാക്യം ജീവന്റെ വൃക്ഷത്തിൽ പങ്കുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ പ്രവേശിക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം ഒരിക്കലായിട്ട് അലക്കുന്നവർ എന്നല്ല, തങ്ങളുടെ വസ്ത്രം അലക്കിക്കൊണ്ടേയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. അഥവാ ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് പങ്കുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടെ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കേണ്ടതിനും കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടേയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. It is not a one-time action. ഒരിക്കലായിട്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലിത്. സ്തോത്രം. ചെയ്തുകൊണ്ടേയിരിക്കണം. സ്തോത്രം. കർത്താവിന്റെ കൽപ്പന
അനുസരിച്ചുകൊണ്ടേയിരിക്കണം. വസ്ത്രം അലക്കിക്കൊണ്ടേയിരിക്കണം. സ്തോത്രം. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. സ്തോത്രം. അതും ഈ 14-ാം വാക്യവും കൂടെ ചേർത്ത് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഒരിക്കൽ അവൻ വിശുദ്ധനായിരുന്നല്ലോ, മതി എന്നല്ല. should continue in his holy life. നീതി ചെയ്യുന്നവൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ. സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ തേച്ച് ഒക്കെ വെച്ചിരുന്ന വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കാല് കഴിച്ചാലും കസേര കാലി കാണയിലും ഒന്നും ഇരിക്കത്തില്ല. ഇരുന്നാൽ ആ തേച്ച വടിവൊക്കെ അങ്ങ് ഉടയും. അതുകൊണ്ട് ഇരിക്കത്തില്ല. ഇരിക്കാതെ അവർ നിൽക്കും. ചിലരുടെ ഇനി കാറെ കയറിയാൽ ഇരുന്നല്ലാതെ രക്ഷയില്ല. പക്ഷെ സീറ്റിലോട്ട് അവർ ചാരത്തില്ല. ഇങ്ങനെ ചാരാതെ പുറം സീറ്റിൽ കൊള്ളാതെ ഇങ്ങനെ ഇരിക്കും. ബെൽറ്റ് ഇടാതെ ഗതിയില്ല. പക്ഷെ ബെൽറ്റ് ഇട്ടാലും കൈകൊണ്ട് അത് തുണിയിൽ തൊടാതെ ഇങ്ങനെ പിടിച്ച് മാറ്റി നിർത്തിയേക്കും. അതേസമയം പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എങ്ങനെ വേണേലും ഇരുന്നോ കിടന്നോ ഒക്കെ ഒരു പ്രശ്നമില്ല. It's a continuous process. ക്രിസ്തീയ ജീവിതത്തിൽ വ്യക്തിപരമായ വിശുദ്ധി അനിവാര്യമാണ്. യേശു ക്രിസ്തുവിൽ ദൈവം നമ്മെ വിശുദ്ധീകരിച്ചു എന്നുള്ളത് സത്യം. അത് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് നാം വിളിക്കുന്നു. സ്തോത്രം. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നും കൂടെ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 1 Corinthians 1:1 and 2. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തെനോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. മലയാളത്തിൽ 2-ാമത്തെ വാക്യത്തിൽ അല്പം ട്രാൻസ്ലേഷന്റെ പിശകുണ്ടെന്ന് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരെന്നും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്നുമാണ് കാണുന്നത്. ഇംഗ്ലീഷിൽ എവിടെ വായിച്ചാൽ, ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ നമ്മൾ വായിച്ചാൽ അവിടെ കാണുന്നത് വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്നല്ല, വിശുദ്ധന്മാരാകുവാൻ വിളിക്കപ്പെട്ടവരെന്നാണ്. കണ്ടോ, ആ വാക്യത്തിൽ തന്നെ വിശുദ്ധീകരണത്തിന്റെ 2 തലങ്ങളുണ്ട്. ഒന്ന്, സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ്. ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് വായിച്ചോളൂ, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏതെങ്കിലും ഭാഷയിൽ. To the church of God in Corinth, to those sanctified in Christ Jesus and called to be his holy people, together with all those everywhere who call on the name of our Lord Jesus Christ, their Lord and ours. Praise God. Sanctified in Christ Jesus and called to be his holy people. If God has called us and sanctified in Christ, we are ought to keep ourselves holy all through the rest of our lives.
ദൈവം നമ്മെ വിളിച്ച് ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിച്ചെങ്കിൽ നമ്മുടെ ആയുസ്സിന്റെ ശിഷ്ടകാലം മുഴുവനും വിശുദ്ധരായി തന്നെ തുടരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസിന്റെ മിക്ക ലേഖനങ്ങളിലും തുടക്കത്തിൽ ഈ പ്രയോഗം കാണാം. എന്നാൽ അവിടെയെല്ലാം മലയാളത്തിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ എന്നാണ് കാണുന്നത്. ഏതാണ്ട് എല്ലാ ലേഖനങ്ങളുടെയും തുടക്കത്തിൽ അങ്ങനെയാണ്. അത് തന്നെയാണ് വെളിപ്പാട് 22:11 പറഞ്ഞത്. നീതി ചെയ്യുന്നവൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അത് തന്നെയാണ് 14-ാമത്തെ വാക്യത്തിലും നാം കാണുന്നത്. സ്തോത്രം. In some versions called to be saints. സ്തോത്രം. 14-ാമത്തെ വാക്യത്തിലും നാം അതാണ് കാണുന്നത്. സ്തോത്രം. എന്താ? Those who continue to do his commandments. Blessed are those who continue to wash their robes. It's a continuous process. This is called practical sanctification. Stotram. Positionally, we are sanctified in Christ. യേശുക്രിസ്തുവിൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടു. അത് ക്രിസ്തുവിൽ നമ്മെ ഇറക്കി നിർത്തി ദൈവം വിശുദ്ധീകരിക്കുന്നതാണ്. എന്നാൽ അതുമാത്രം പോരാ, പ്രായോഗിക വിശുദ്ധീകരണവും നമുക്ക് വേണം. അത് തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കണം. തുടർമാനമായി നാം ചെയ്തുകൊണ്ടിരിക്കണം. സ്തോത്രം. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? സ്തോത്രം. അപ്പോൾ ഈ രണ്ടർത്ഥങ്ങളും അവിടെയാകാം. കൽപ്പനകൾ അനുസരിക്കുന്നവർ, അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ടേയിരിക്കുന്നവർ, വസ്ത്രം അലക്കിക്കൊണ്ടേ ഇരിക്കുന്നവർ. സ്തോത്രം. വെളിപ്പാട് 1:5 നമുക്കറിയാം. Revelation 1:5 ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്നു. തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്ന കർത്താവ്. Revelation 1:5 says Christ washed us. എടുത്തെങ്കിൽ വായിച്ചാട്ടെ. Unto him that loved us and washed us from our sins in his own blood. And last പാട്ടേ വായിച്ചുള്ളൂ, മുന്നിലത്തെ പാട്ട് വായിച്ചു. That's enough Andy. Seven 7:14 അത് തന്നെയാണ് പറയുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. അപ്പോൾ 1:5 നമ്മൾ വായിക്കുന്നു, നമ്മെ സ്നേഹിച്ചവനും തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കിയവനും, അല്ലെങ്കിൽ നമ്മെ ശുദ്ധീകരിച്ചവനും. സ്തോത്രം. The continual trust in the blood of Christ, continual work of the cross of Christ activated in us. സ്തോത്രം. അതാണ് നാം ഇവിടെ കാണുന്നത്. തുടർമാനമായി നാം അത് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മള് ഗിരിപ്രഭാഷണത്തിൽ മത്തായി 7-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ കണ്ട ഒരു കാര്യമുണ്ട്. 21, 22, 23 വാക്യങ്ങളിൽ അവിടെ യേശു കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനേവനുമല്ല സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ. ഓക്കെ.
Matthew 7:21-23. അവിടെ പറയുന്നത്, സ്തോത്രം, not everyone who says to me, Lord, Lord, shall enter the kingdom of heaven, but he who does. He who does means a habitual obedience to the Father, a habitual obedience of commandments of God, a habitual obedience of the will of God. സ്തോത്രം. എൻ്റെ പിതാവിൻ്റെ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ ഒരിക്കൽ ചെയ്ത് തീർക്കുന്നവരല്ല. അത് ഒരു ശീലമാക്കിയവർ. എന്ത് ശീലമാക്കിയവർ? ദൈവത്തെ അനുസരിക്കുന്നതൊരു, യെസ്, കൽപ്പനകൾ അനുസരിക്കുന്നതൊരു ഹാബിറ്റ് ആക്കിയവർ. Habitual obedience is what God requires from us. Habitual fulfillment of the will of God. Habitual cleansing in our lives. നമ്മുടെ ജീവിതത്തിൽ, സ്തോത്രം, ദൈവത്തെ അനുസരിക്കുന്നത് ശീലമാക്കിയവർ, ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നത് ശീലമാക്കിയവർ, തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ കഴുകുന്നത്, ശുദ്ധീകരിക്കുന്നത് ശീലമാക്കിയവർ, അവർക്ക് മാത്രമേ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനം ഉള്ളൂ. ദൈവം നമ്മെ വിളിച്ചു, യേശുക്രിസ്തുവിൽ നീതീകരിച്ചു, യേശുക്രിസ്തുവിൽ നമ്മെ വിശുദ്ധീകരിച്ചു. ശരിയാണ്. പക്ഷേ ആ വിശുദ്ധിയിൽ നിലനിൽക്കുവാനും തുടർമാനമായി കഴുകൽപ്പെടുവാനും തുടർമാനമായി കർത്താവിനെ അനുസരിക്കുവാനും മനസ്സില്ലെങ്കിൽ ഒരിക്കൽ കഴുകപ്പെട്ടതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അന്ന് കർത്താവ് നമ്മെ കഴുകിയ, വിശുദ്ധീകരിച്ച, നീതീകരിച്ച നിലയിൽ നിലനിൽക്കുകയും അതിൽ തുടരുകയും അതിൽ വർദ്ധിച്ചു വരികയും വേണം. സ്തോത്രം. We have to continue in that cleansing, that justification. We have to continue in that sanctification, and we have to grow in that grace. സ്തോത്രം. ആ പ്രായോഗിക വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യകതയാണ് ഇവിടെ ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായി 7:23 വരുമ്പോൾ നാം അവിടെ കാണുന്നത്, സ്തോത്രം, there we see a present imperative. Christ commands to those approaching him, I never knew you. Depart. Depart is a present imperative. Depart from me, you who practice lawlessness. Those who practice ergazomai. Again, it is in present tense. That means a habitual practicing of lawlessness. Lawlessness is lifestyle of these people. I'm afraid of this. ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്.
ഇവർ ശുശ്രൂഷ ചെയ്യുമ്പോഴും പ്രസംഗിക്കുമ്പോഴുമെല്ലാം എന്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു? അധർമ്മം. അല്ലേ? അധർമ്മം എന്നല്ലേ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാനകാലമാണ്. അതിന്റെ ഗ്രാമർ വർത്തമാനകാലത്തിലാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കൽ അബദ്ധത്തിൽ വീണതല്ല. അധർമ്മം പ്രവർത്തിച്ചു, ഒരിക്കൽ അങ്ങ് സംഭവിച്ചു പോയി എന്നുള്ളതല്ല. അതിൽ തന്നെ തുടരുന്നവർ, അവർക്ക് കർത്താവുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെ കർത്താവുമായി ബന്ധമില്ലാതെ അധർമ്മം പ്രവർത്തിച്ചുകൊണ്ട് അത് ഒരു ശീലമായി ഇങ്ങനെ തുടരുമ്പോഴും അവർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവർക്ക് പ്രസംഗിപ്പാൻ കഴിയുന്നു, ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുന്നു, പ്രവചിക്കാൻ കഴിയുന്നു, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്നു, അന്യഭാഷ പറയാൻ കഴിയുന്നു. ഒക്കെ സാധ്യമാണ്, ഒക്കെ സാധ്യമാണ്. അതുകൊണ്ട് നമ്മളാരും ഈ വീഴ്ച അധികം ശ്രദ്ധിക്കാറില്ല. ഞാനൊരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ അക്രൈസ്തവ ഭാഗത്തു നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ഒരു കുടുംബം, അതിലെ ഒരു വ്യക്തി വളരെയധികം കർത്താവിന് വേണ്ടി തീക്ഷ്ണതയോടെ, കുടുംബജീവിതത്തിൽ പോലും വിള്ളൽ വന്നാലും എനിക്ക് യേശുവിനെ മതിയെന്നും പറഞ്ഞ് വിശ്വാസ സ്നാനമൊക്കെ സ്വീകരിച്ചയാള്, അഭിഷേകം പ്രാപിച്ചയാള്, അന്യഭാഷ പറയുന്നയാള്. പിന്നീട് ആള് പിന്മാറിപ്പോയി. കുടുംബത്തിലെ മറ്റുള്ളവരൊക്കെ അപ്പോഴും വിശ്വാസത്തിലാണ്. ഈ വ്യക്തി കർത്താവിനെ അങ്ങനെ തള്ളിപ്പറഞ്ഞില്ല, പക്ഷേ ഹൈന്ദവ ആരാധനയിലേക്ക് തിരികെ പോയി. പള്ളിയിൽ പോകുന്നതുമൊക്കെ നിർത്തി. വീട്ടിൽ തന്നെ വെച്ചുപൂജയും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. പിന്നീട് ഒരിക്കൽ ആ കുടുംബത്തിൽ ഞാൻ ചെന്നപ്പോൾ ഈ വ്യക്തിയും അവിടെ പ്രാർത്ഥനയ്ക്ക് നിന്നു ഞങ്ങളോടൊപ്പം. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും പണ്ടത്തെ പോലെ തന്നെ അന്യഭാഷയിൽ വളരെ നന്നായിട്ട് സംസാരിച്ചു. എൻ്റെ അറിവിൽ ഇന്നും ആ പിന്മാറ്റാവസ്ഥയിൽ തന്നെ ആൾ തുടരുന്നു. ഒരുപക്ഷെ ഇന്നും അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം. സാധ്യമാണിത്. അതിന്റെ കാരണം എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. റോമർ 11:29 വാക്യത്തിൽ നിന്നും ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു വിടുന്നു. Romans 11:29, God's calling and his gifts are irrevocable. God doesn't revoke them, even if a person slips away from the true faith. ഒരാൾ പിന്മാറിപ്പോയാലും കർത്താവ് ഒരുവന് കൊടുത്ത വിളിയോ അവന്റെ മേൽ ദൈവം പകർന്ന കൃപയോ കർത്താവ് തിരിച്ചെടുക്കുന്നില്ല, റദ്ദ് ചെയ്യുന്നില്ല. ഇതും ആവർത്തനമാണ്. സ്തോത്രം. പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മളിപ്പോൾ ചിന്തിച്ചത് ഒരു കണ്ടിന്യൂവസ് ഹാബിച്വൽ സംഗതിയാണ്. സ്വഭാവത്തിന്റെ ഭാഗമാകുന്ന വിശുദ്ധീകരണം. ദൈവത്തെ അനുസരിക്കുന്നതും വസ്ത്രം അലക്കുന്നതും
മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നതുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ശീലത്തിന്റെ ഭാഗമാകണം. ഒരിക്കൽ ചെയ്തത് കൊണ്ടായില്ല, അവസാന ശ്വാസം വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ വലിയ പ്രസംഗകരെയൊക്കെ കർത്താവ് അറിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് കളയുന്നതിന് കാരണവും ഇത് തന്നെയാണ്. അവർ അധർമ്മം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. പ്രിയരെ, വല്ല അബദ്ധത്തിലും നമ്മൾ പാപത്തിലെങ്ങാനും വീണാലും അവിടെ കിടക്കല്ലേ. സ്തോത്രം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു സ്തോത്രം നേരിയ നാരോ ബ്രിഡ്ജ്, ഒരു നേരിയ പാലം, താഴെയൊക്കെ ചെളിയ. ആ നേരിയ പാലത്തിലൂടെ ഒരു ആട്ടിൻകുട്ടി നടന്നു പോകുമ്പോൾ കാല് തെന്നി താഴത്തെ ചെളിയിൽ വീഴുന്നു. അതൊരിക്കലും ആ ചെളിയിലെ വീഴ്ചയെ ആസ്വദിക്കത്തില്ല. അതവിടെ കിടന്ന് നിലവിളിക്കും. എങ്ങനെയും ആ ചെളിയിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കും. എങ്ങനെയെങ്കിലും പുറത്തു വന്നാൽ, ആരെങ്കിലും അതിനെ രക്ഷിച്ചാൽ, അത് പിന്നെ ഒരിക്കലും ആ വഴിയെ യാത്ര ചെയ്യില്ല. അത് മാറി ഉണങ്ങിയ ഉയർന്ന സ്ഥലത്ത് എവിടെയെങ്കിലും നിൽക്കും. തന്റെ ശരീരമൊക്കെ ഉരച്ചും കുടഞ്ഞും അഴുക്ക് കളയും, നക്കി തുവർത്തും. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ആ പഴയ ഓർമ്മയിൽ കരയും. എന്നാൽ അതേ സുതാര്യമായ പാലത്തിലൂടെ അല്പം കഴിഞ്ഞ് ഒരു പന്നിക്കുട്ടി വരുന്നു. അതേ സ്ഥലത്ത് കാല് തെറ്റി അതേ ചെളിയിൽ വീഴുന്നു. പക്ഷേ അതവിടെ കിടന്ന് ആ ചെളി ആസ്വദിക്കും. അതിനെ അവിടെ നിന്ന് കരകയറ്റിയാലും അത് അവിടേക്ക് തന്നെ പോകാൻ വീണ്ടും ബന്ധപ്പെടും. വ്യത്യാസം മനസ്സിലാക്കാണുമല്ലോ. ഇതുപോലെ നാം വല്ല വിധേനയും കാലുതെറ്റി അബദ്ധത്തിൽ ഏതെങ്കിലും ചെളിക്കുഴിയിൽ വീണാലും പന്നിക്കുട്ടിയെ പോലെ അവിടെ കിടന്നത് ആസ്വദിക്കരുത്. ആട്ടിൻകുട്ടിയെ പോലെ കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് അവിടെ നിന്നും പുറത്തു ചാടി ഉയർന്ന ഉണങ്ങിയ ഒരു സ്ഥലത്ത് നാം മാറി നിൽക്കണം. ഒരു രീതിയിലും പഴയ വഴിയെ യാത്ര ചെയ്യരുത്. അങ്ങനെ തങ്ങളുടെ വസ്ത്രം അലക്കിക്കൊണ്ടേയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടേയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവർക്ക് കർത്താവിനോടുകൂടെ പുതിയ യെരുശലേമിൽ പ്രവേശനം ലഭിക്കും. ആരെങ്കിലും പാപത്തിൽ തുടരുന്നെങ്കിൽ കർത്താവിനോട് നിലവിളിച്ചടുത്തു വന്നാട്ടെ. ഹാബിച്വലായി നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ നമുക്ക് വിട്ടുകളയാം. അതിനെയാണ് എബ്രായ ലേഖന കർത്താവ് മുറുകെ പറ്റുന്ന പാപം എന്ന് വിളിക്കുന്നത്. നമുക്കവയെ വിട്ടോടാം. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ സ്ഥിരതയോടെ ഓടാം. ആരെങ്കിലും അങ്ങനെ പ്രയാസപ്പെടുന്നെങ്കിൽ, എനിബഡി സ്ട്രഗിളിങ്, അങ്ങനെയുള്ള പാപവുമായി മൽപ്പിടുത്തത്തിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നെങ്കിൽ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി സ്തോത്രം ദൈവത്തെ അനുസരിപ്പാൻ ശക്തി പകർന്ന് നിത്യതയ്ക്കായി നമ്മെ ഒരുക്കും. ആ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.